സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരുന്നത് ക്വസ്റ്റ്യൻസ് ഫ്രം മൊഡ്യൂൾ നമ്പർ 1 എന്ന രീതിയിലായിരുന്നു. ഇന്ന് നമ്മുടെ മൊഡ്യൂൾ 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുകയാണ്. ഓക്കെ, സോ മൊഡ്യൂൾ 2 നമ്മൾക്ക് വരുന്നത് പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പേഴ്സണാലിറ്റി തിയറീസ്, അതുപോലെ വാട്ട് ഈസ് ലോക്കസ് ഓഫ് കൺട്രോൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, സോ ഇൻ വിച്ച് ദ മേജർ ക്വസ്റ്റ്യൻസ് that we can see is what is personality and its determinants. Personality എന്താ, അതിൻ്റെ determinants എന്താ? It is a simple question. Then define the terms locus of control, dogmatism, type A and type B personalities. Personality relate ചെയ്യുന്ന കുറച്ച് ടേംസ് ആണ്. ചിലപ്പോൾ നിങ്ങളുടെ A പാർട്ടിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ലോക്കസ് ഓഫ് കൺട്രോൾ, ഡോഗ്മാറ്റിസം, ടൈപ്പ് A and B personality എന്താണ്. Then what are the major theories of personality that you can be asked in the B or C session? സിയിൽ വരെ ചോദിക്കാനുള്ള കണ്ടന്റ് ഉണ്ട്. Then what is perception, its factors and what are the barriers faced? Okay, so this is another question. And the fifth one is what is classical conditioning and social learning theory of learning. Learning concept ഉണ്ട്. അപ്പോൾ ലേണിങ്ങിൻ്റെ തിയറീസ് അതിലായിട്ടുള്ള ക്ലാസിക്കൽ തിയറി ഉണ്ട്, അതുപോലെ സോഷ്യൽ ലേണിംഗ് തിയറി ഉണ്ട്. സോ വാട്ട് ആർ ദീസ്, എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ. അപ്പോൾ ഇതും നിങ്ങൾക്ക് B or C പാർട്ടിൽ വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ ക്വസ്റ്റ്യൻസ് ഫ്രം ദ വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ സെഷൻ ഓർ ദ മൊഡ്യൂൾ നമ്പർ 2. ഓക്കെ, സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ദ ഫസ്റ്റ് വൺ ഇസ് വാട്ട് ഇസ് പേഴ്സണാലിറ്റി. Personality can be defined as those inner psychological characteristics that both determine and reflect how a person thinks and act in an environment. Personality, നമുക്ക് ഓരോരുത്തർക്ക് ഓരോ പേഴ്സണാലിറ്റി ആയിരിക്കും. ഇറ്റ് ഇസ് ഡിഫറെൻറ്റ്. എവറി പേഴ്സൺ ഇസ് യുണീക്ക് വിത്ത് ദെയർ പേഴ്സണാലിറ്റി. പല വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നർ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സാണ് നമ്മുടെ കയ്യിലുള്ളതല്ല. ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാമെന്നല്ലാതെ ദർ ഇസ് ആൻ ഇൻമേറ്റ് ക്യാരക്ടേഴ്സ്, ഒരു ഇന്നർ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതായിരിക്കും നമ്മൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ ചിന്തിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് കോൾഡ് എ പേഴ്സണാലിറ്റി. സോ ഇറ്റ് ഇസ് ദ ഇന്നർ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് വിൽ ഡിറ്റർമിൻ how a person act and think in a particular situation. Okay, personality definition idana. The word personality is from a Greek word called as persona and which means to speak through. സംസാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ പേഴ്സണാലിറ്റി ആണ് നമ്മളെ പറ്റിയിട്ടുള്ളൊരു ഇമേജ് കൊടുക്കുന്നത്. ഒരു ഇൻട്രോ പോലെ പേഴ്സണാലിറ്റി ആക്ട് ചെയ്യും. എ പേഴ്സൺ ഹൂ ഇസ് വാക്കിംഗ് ഫോർ ആൻ ഇൻ്റർവ്യൂ, ആ സമയത്ത് അയാൾ ഒന്നും സംസാരിക്കുന്ന, വാക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഒന്നും സംസാരിക്കുന്നില്ല. ബട്ട് ദ വേ ഹി വാക്സ്, വാട്ട് ഹിസ് ഫേസ് ഡിപിക്സ്, വാട്ട് ആർ ഗെസ്റ്റേഴ്സ്, ഇതെല്ലാം അയാളിലെ കാര്യങ്ങളെ അയാൾ എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സണാലിറ്റി ഉള്ളിലിരുന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ത്രൂ അവർ ഗെസ്റ്റേഴ്സ്, ത്രൂ അവർ ഫേഷ്യൽ എക്സ്പ്രഷൻ എക്സെട്ര. ഓക്കെ, സോ ദിസ് ഇസ് ഫ്രം എ ഗ്രീക്ക് വേർഡ് കോൾഡ് persona which means to speak through, പറയാതെ തന്നെ പറയുന്നു പേഴ്സണാലിറ്റി. ഓക്കെ, so the inner characteristics of personality are the specific qualities, attributes, traits, factors and mannerism that distinguish one individual from other individuals. ഓരോരുത്തർക്ക് ഓരോന്നാന്ന് പറഞ്ഞു. അപ്പം ഒന്നെങ്കിൽ അവരുടെ ക്വാളിറ്റീസിൽ വ്യത്യാസങ്ങളുണ്ടാവും, ആട്രിബ്യൂട്ട്സിൽ, ട്രേറ്റ് മീൻസ് വി വാട്ട് ആർ ദ ബേസിക് തിങ്സ് ദാറ്റ് വി ഡു, അല്ലേ, ഓരോരുത്തരുടെ ട്രേറ്റ് എന്ന് പറയും. ദെൻ ഫാക്ടേഴ്സ്, ദെൻ വാട്ട് ഇസ് ദ മാനറിസം വി അഡോപ്റ്റ്. ഇപ്പം ഒരു ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ചില ആൾക്കാർ ഭയങ്കര ടിപ്പ് ടോപ്പായിട്ട് ഭയങ്കര ഡീസൻ്റ് ആയിട്ടായിരിക്കും കയറി വരുന്നത്. ബട്ട് സം വിൽ ബി ഷാബി, കൂടുതൽ ശ്രദ്ധിക്കാതെ നടക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും അവരുടെ പേഴ്സണാലിറ്റിയാണ് കാണിക്കുന്നത്. അതിനനുസരിച്ച് തന്നെ ഇൻ്റർവ്യൂവറിനൊരു തീരുമാനം എടുക്കാൻ പറ്റും, ഹൗ ഹി വിൽ ബി ഇൻ എ വർക്ക്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പേഴ്സണാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ പേഴ്സണാലിറ്റി നമ്മൾ എന്തിനാ OBയിൽ പഠിക്കുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സ്റ്റഡിങ് പേഴ്സണാലിറ്റി ഇൻ OB? വൈ ഇൻ OB? Personalities are likely to influence the individual's product and the store choice. They also affect the way in which the consumer responds to a firm's communication efforts, people think and act in an environment. അപ്പം ഒരു കൺസ്യൂമറിൻ്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അയാളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു കമ്പനിക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റൂ, അല്ലേ? കൺസ്യൂമർ ഏത് പ്രൊഡക്റ്റിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കിയിട്ട് എങ്ങനെ വേണം അതിനെ അഡ്വർടൈസ് ചെയ്യാൻ, ഏത് രീതിയിലായിരിക്കും അവർക്ക് ഓഫേഴ്സ് കൊടുക്കേണ്ടത്, ഇതെല്ലാമാണ് ഒരു കമ്പനിയുടെ സൈഡ് ഓഫ് വ്യൂ, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പെർസെപ്ഷൻ പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അതേപോലെ
പേഴ്സണാലിറ്റി പഠിച്ചേ പറ്റൂ. അതുപോലെ തന്നെ വേറെ എന്താ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ഓർ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇവർക്കൊക്കെ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റിന് മെയിൻ ഡ്യൂട്ടി ആയിരിക്കും ഇവരെ പഠിക്കുക എന്നുള്ളത്. ബിക്കോസ് ഓൺലി ഇഫ് ദേ റിറ്റെയിൻ വിത്തിൻ ദ കമ്പനി ഓർ വി ആർ പ്രൊവൈഡിങ് ദം വിത്ത് ദ നെസസറി തിങ്സ് ദേ വിൽ റിമെയിൻ ഇൻ ആ കമ്പനി അല്ലേ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ അവരുടെ പേഴ്സണാലിറ്റി പഠിക്കണം. നമ്മുടെ വർക്ക് കൾച്ചറിനനുസരിച്ച് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണം. ചിലപ്പോൾ നമ്മളെടുത്ത ഒരാൾ അത്രത്തോളം ഒരു നമ്മുടെ കൾച്ചറിനനുസരിച്ചുള്ളതാവില്ല. ബട്ട് ട്രെയിനിങ്ങിലൂടെയും ഡെവലപ്മെൻറ്റിലൂടെയും നമ്മൾ അവർക്ക് കൂടുതൽ ഡെവലപ്മെൻറ്റ് കൊടുക്കും, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊടുക്കും. അപ്പോൾ ഇതിനെല്ലാം വേണ്ടി നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഈസ് റിക്വയർഡ് ഇൻ ഓർഗനൈസേഷൻ ബിഹേവിയർ. സോ വൈ നോട്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാം. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ഇസ് പേഴ്സണാലിറ്റി ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ഫാക്ടേഴ്സ്. സോ ഈ പേഴ്സണാലിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാം എന്നാണ് ചോദിക്കുക. സോ ദ ഫസ്റ്റ് വൺ ഇസ് ബയോളജിക്കൽ ഫാക്ടർ. ഓരോരുത്തരുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ്, അയാൾ ഏതൊരു സിറ്റിയിൽ നിന്നാണോ, അയാളുടെ ഹെറിഡിറ്ററി ഇല്ലേ, അയാളുടെ അച്ഛനമ്മ അല്ലെങ്കിൽ അയാളുടെ റിലേറ്റീവ്, അയാൾ വളർന്ന ആ ചുറ്റുപാട്, അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, അതാണ് ബ്രെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അയാളുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ചിലപ്പോൾ വണ്ണമുള്ള ആൾക്കാർ അല്ലെങ്കിൽ മെലിഞ്ഞ ആൾക്കാർ, അതെല്ലാം അവരുടെ ഒരു എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ ബോഡി തന്നെ നമുക്ക് ഒരു പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഫിറ്റായി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ഇറ്റ് വിൽ ഗീവ് അസ് കോൺഫിഡൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോൺഫിഡൻസ് ഇല്ലായ്മ ഒരു പേഴ്സണാലിറ്റിക്ക് ഒരു നെഗറ്റീവ് ട്രെൻഡാണ് അല്ലേ, നെഗറ്റീവ് കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആണെങ്കിലും നമ്മുടെ ഹെറിഡിറ്ററി ആണെങ്കിലും ബ്രെയിൻ ആണെങ്കിലും ഇതെല്ലാം എങ്ങനെയാണ്, ബയോളജിക്കൽ ഫാക്ടേഴ്സാണ്. ഇതെല്ലാം നമ്മുടെ പേഴ്സണാലിറ്റി എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, സോ സെക്കൻഡ് വൺ ഈസ് ദ കൾച്ചറൽ ഫാക്ടേഴ്സ്. നമ്മളുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്ന ആ കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ഫോറിൻ കൾച്ചർ അല്ലേ. അപ്പോൾ നമ്മളുടെ പേഴ്സണാലിറ്റി അതിനനുസരിച്ചായിരിക്കും. ഇന്ത്യൻസ് എങ്ങനെയാണോ ഒരു സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെ ആയിരിക്കില്ല ഒരു ഫോറിൻ പേഴ്സൺ ഒരു സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ മാനേജർ സബോർഡിനേറ്റ് എന്ന 2 ക്ലാസ്സസ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ബട്ട് ഇൻ അതർ കൺട്രീസ് ദർ ഇസ് നോ സച്ച് ക്ലാസ്. എല്ലാവരും ഒരേപോലെയാണ്. ബിക്കോസ് വി ആർ ഗോൺ ഇൻ എൻ എക്കോണമി ഓർ in a culture where we want to give respect. Normal ഒരു ഉള്ളിലിരുന്നാൽ പോരാ, we want to show the respect by calling him sir, madam and all അല്ലേ, നമ്മുടെ സീനിയേഴ്സിനെ. പക്ഷേ ഫോറിൻ കൺട്രിയിലൊന്നും അങ്ങനെ ഒരു റെസ്പെക്റ്റ് അവരുടെ ഉള്ളിലുണ്ട്, ബട്ട് ദേ ഡോണ്ട് വോണ്ട് ടു ഷോ ഇറ്റ്. ദേ ക്യാൻ കോൾ ദ ഇൻമേറ്റ്സ് ഇൻ ദ സെയിം നെയിം. അപ്പോൾ അവരുടെ സീനിയേഴ്സ് ആണെങ്കിലും സുപ്പീരിയേഴ്സ് ആണെങ്കിലും CEO ആണെങ്കിലും ഒരേ പേരിൽ തന്നെ അവരുടെ പേരിൽ തന്നെ വിളിച്ച് സംസാരിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കൾച്ചർ ഡിഫറൻസും നമ്മുടെ പേഴ്സണാലിറ്റി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ദ ഫാമിലി ഫാക്ടേഴ്സ്. നമ്മുടെ ഫാമിലി, നമ്മുടെ പാരൻസ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഡിയർ കസിൻസ്, ഇതെല്ലാം നമ്മുടെ സ്പൗസ്, നമ്മുടെ പിള്ളേർ, മക്കൾ, അവരെല്ലാം നമ്മളുടെ പേഴ്സണാലിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ദ സോഷ്യൽ ഫാക്ടർ. നമ്മൾ വളർന്ന ആ ഒരു നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മുടെ പേഴ്സണാലിറ്റിയും വ്യത്യാസം വരും. ഇപ്പോൾ ഒരു റൂറൽ ഏരിയയിൽ നിൽക്കുന്ന ആൾക്കാരുടെയും ഒരു അർബൻ ഏരിയയിൽ ജീവിച്ചിട്ട് മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നിന്ന ആൾക്കാരുടെയും പേഴ്സണാലിറ്റി തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ബിക്കോസ് ദ സൊസൈറ്റി ഇൻ വിച്ച് ദേ ഗ്രൂ ഹാസ് ടോട്ട് ദം എ ഹോം അല്ലേ, കുറേ പഠിപ്പിച്ചിട്ടുണ്ടാവും. ആ സൊസൈറ്റിക്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ പേഴ്സണാലിറ്റി മോൾഡഡ് ആവുന്നത്. അതും ഒന്നാണ്. ദെൻ സിറ്റുവേഷണൽ ഫാക്ടർ. സിറ്റുവേഷൻ വെച്ചാൽ നമുക്കുള്ള നോളജിനനുസരിച്ച്, നമുക്ക് എന്തെല്ലാം സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്തോ അതിനനുസരിച്ച്, നമുക്ക് ഏതൊക്കെ ലാംഗ്വേജസ് അറിയാവോ അതിനനുസരിച്ച് ഒക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വ്യത്യാസം വരാം. സോ ദീസ് ആർ ദ മേജർ ഡിറ്റർമിനൻറ്റ്സ് ഓഫ് പേഴ്സണാലിറ്റി ലൈക്ക് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, ഫാമിലി ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ് ആൻഡ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. സോ ബയോളജിക്കലിൽ നമുക്ക് ഹെറിഡിറ്ററി, ബ്രെയിൻ, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇതെല്ലാം പറയാം. കൾച്ചറിൽ നമ്മളെ ചുറ്റുപാട്, നമ്മുടെ കൾച്ചർ ഇന്ത്യൻ കൾച്ചറാണോ അല്ലെങ്കിൽ ഒരു നമ്മുടെ റിലീജിയസ് കൾച്ചറാണോ, എവറിത്തിങ് വിൽ ഇൻഫ്ലുവൻസ് ആ personality. Then the family factors, then the social factors and also the situational factors. So this is the second question. അപ്പം what is personality and what are the determinants നമ്മൾ കണ്ടു. ഇനി നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, വാട്ട് ഈസ് ലോക്കസ് ഓഫ് കൺട്രോൾ. അതിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോക്കസ് ഓഫ് കൺട്രോൾ, ഡോഗ്മാറ്റിസം ടൈപ്പ് A and B എന്നത്. അപ്പോൾ അതിനകത്ത് ലോക്കസ് ഓഫ് കൺട്രോൾ എന്താണ്? So it is the extent to which the individuals perceive control over the situation, being internal or external, is called as locus of
control. That is, locus of control refers to the range of belief that individual hold in terms of being controlled by self and controlled by others or the situation. ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു കാര്യം ഒരു എന്തെങ്കിലും അവരുടെ ലൈഫിൽ സംഭവിച്ചു, ഇതിന് കാരണം ഞാൻ മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്കാരുണ്ടാവും. ചിലർ ആ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഈ ഒരു ഇതും അങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഞാനാണ് എല്ലാത്തിനും കാരണം, അല്ലെങ്കിൽ എൻ്റെ തീരുമാനമാണ് ഇവിടെ ഈ ഒരു റിസൾട്ട് കൊണ്ടുവന്നേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലർ ഇത് നടക്കാനുള്ളത് അതുകൊണ്ട് നടന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഇതിനെയാണ് ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുക. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഒരു കാര്യം നടക്കുമ്പോൾ അത് എൻ്റെ കൺട്രോളിലാണോ അതോ നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്സൈഡുള്ള എക്സ്റ്റേണൽ കൺട്രോളിലാണോ നിൽക്കുന്നത് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ആ കൺട്രോൾ ആ സിറ്റുവേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലാണോ അതോ എക്സ്റ്റേണലി ആണോ. ദാറ്റ് ഈസ് ദ ഡിഗ്രി. ഓക്കെ, ദ ഡിഗ്രി ടു വിച്ച് ദ ഇൻഡിവിജ്വൽസ് പെർസീവ് കൺട്രോൾ ഓവർ സിറ്റുവേഷൻ ബീങ് ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ നമ്മളാണ്, അല്ലെങ്കിൽ എല്ലാത്തിനും കാരണം എല്ലാ കാര്യങ്ങളും നടക്കാനും നടക്കാതിരിക്കാനുമുള്ള ഫുൾ ഉത്തരവാദിത്തം എൻ്റെയാണെന്ന് ചിന്തിക്കുന്നു. ഇഫ് ഇറ്റ് ഈസ് ബൈ ദ ഔട്ട്സൈഡ് വേൾഡ്, ഔട്ട്സൈഡിൽ അങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ അത് നടക്കാനുള്ളതാണ് എന്ന് ചിന്തിക്കുന്നത് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. ഓക്കെ, സോ ഇതാണ് ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന ഡെഫിനേഷൻ. പിന്നെ ഉള്ളതായിരുന്നു ടൈപ്പ് എ ആൻഡ് ടൈപ്പ് പേഴ്സണാലിറ്റി. ടൈപ്പ് എ ആൻഡ് ടൈപ്പ് B personality. So type A personality individual is aggressively involved in chronic struggle to achieve more and more in less and less time, and if required to do so against opposing efforts of other things or other പേഴ്സൺ. ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുറേ വർക്കൊക്കെ ചെയ്യുന്ന ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. അവർ കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ വർക്ക് ചെയ്ത് തീർക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരെയാണ് നമ്മൾ ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയുക. അപ്പോൾ ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്തായിരിക്കും? ഇറ്റ് വിൽ ബി opposite. That is, they are rarely hurried by the desire to obtain a wildly increasing number of things or participate in an endless growing service of an event in an ever ഡിക്രീസിങ് എമൗണ്ട് ഓഫ് ടൈം. അപ്പോൾ ഇവർക്ക് വലിയ എന്തൂസിയാസ്റ്റിക്കോ ഒരു എക്സ്ട്രോവേർഡോ ഒന്നും ആയിരിക്കില്ല. ദേ വിൽ ബി ഇൻട്രോവേർട്സ്. അവർ അവരുടെ ഉള്ള ടൈമിന് അവർക്ക് പറ്റുന്ന പോലെയെല്ലാം ചെയ്യുക, അല്ലാതെ കൂടുതൽ എഫേർട്ട് ഇടാനോ കൂടുതൽ ഹാർഡ് വർക്കിങ്ങോ ഒന്നും ആയിരിക്കില്ല ടൈപ്പ് ബി പേഴ്സണാലിറ്റി. ടൈപ്പ് എയും ഉണ്ട്, ടൈപ്പ് ബിയും ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ ടൈപ്സ്, മേജർ ടൈപ്സ് എമംഗ് ദ ഹ്യൂമൻസ്, ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി പേഴ്സണാലിറ്റി. അപ്പോൾ ഈ പേഴ്സണാലിറ്റിയുടെ തിയറീസും കൂടെ ഒരു ടേമും കൂടി ഉണ്ടായിരുന്നു, ഡോഗ്മാറ്റിസം. അപ്പോൾ ലോക്കസ് ഓഫ് കൺട്രോൾ എന്താണെന്ന് പറഞ്ഞു. ഒരു സംഭവം നടക്കുന്നതിന് കാരണം ഞാനാണോ അതോ എക്സ്റ്റേണൽ ആണോ, ഈ ഒരു ഡിഗ്രിയാണ് നമ്മൾ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുക. ഇത് ഇൻറ്റേർണൽ ആണെങ്കിൽ, ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ കൂടുതലുള്ളവർ ചിന്തിക്കുന്നത് ഒരു കാര്യം നടക്കാൻ കാരണം ഞാനാണ് എന്ന് ചിന്തിക്കുന്നു. അതർവൈസ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ മീൻസ് ഇറ്റ് ഈസ് യെറ്റ് ടു ഹാപ്പൻ, അത് നടക്കേണ്ടതായിരുന്നു അതുകൊണ്ട് നടന്നു എന്ന് ചിന്തിക്കുന്നവരെയാണ് നമ്മൾ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള ആൾക്കാർ എന്ന് പറയുക. അതുപോലെ ടൈപ്പ് എ ടൈപ്പ് ബി പറഞ്ഞു. ടൈപ്പ് എ മീൻസ് ദേ ആർ സോ എക്സ്ട്രോവേർഡ് ആൻഡ് ദേ ആർ വെരി ഹാർഡ് വർക്കിംഗ് ആൻഡ് ദേ ട്രൈ ടു ഗെറ്റ് മോർ, കൂടുതൽ വർക്ക് ഈ കുറച്ച് സമയത്ത് ചെയ്ത് തീർക്കാൻ വേണ്ടി ഓടി നടന്ന് വർക്ക് ചെയ്യുന്നവരായിരിക്കും. ദ ഓപ്പോസിറ്റ് ഈസ് ടൈപ്പ് ബി. ആൻഡ് തേർഡ് വൺ ആണ് ഡോഗ്മാറ്റിസം. Dogmatism is a personality trait. ഇത് ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് ആണ് that indicates the degree of an individual's rigidity towards anything that is contrary to his or her own established belief. ഓരോരുത്തർക്കും ഓരോ ചിന്തയുണ്ട് അല്ലേ, ഓരോ വിശ്വാസങ്ങളുണ്ട്, അവർ ഫോളോ ചെയ്യുന്ന കുറേ ഐഡിയാസ് ഉണ്ട് അല്ലേ, അതിനോട് നമ്മളെപ്പോഴും അറ്റാച്ച്ഡ് ആയിരിക്കും. വി ബിലീവ് ഇൻ ദാറ്റ് വേ. അതിൽ നിന്നൊരു മാറ്റം ചിന്തിക്കാൻ നമ്മൾ റിജിഡായിരിക്കും, നമ്മളുടെ ആ വിശ്വാസത്തിൽ നമ്മൾ റിജിഡായിരിക്കും. അപ്പോൾ എത്രത്തോളം നമ്മൾ ആ റിജിഡിറ്റിയിൽ നിന്ന് പോകുന്നു അതിനെയാണ് ഡോഗ്മാറ്റിസം എന്ന് പറയുക. സോ എവ്രിബഡി ഈസ് ഹാവിങ് എ റിജിഡിറ്റി ബട്ട് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദേ ആർ ഫ്ലെക്സിബിൾ, അതാണ് ഡോഗ്മാറ്റിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ people or consumers are also likely to vary in terms of how open-minded and close-minded they are. So this is a personality trait which is to understand what is the degree of rigidity that a person hold in his belief. Okay, so apparently the person is resistant to change and new ideas. One would expect highly dogmatic consumers to be relatively resistant to new product promotions or
അഡ്വർടൈസിങ്. ഇപ്പം നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് സമയത്ത് നമുക്ക് കൺസ്യൂമേഴ്സിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോഗ്മാറ്റിസം കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ചില കൺസ്യൂമേഴ്സ് ഉണ്ടായിരിക്കും, അവർ ഒരു പ്രൊഡക്റ്റ് തന്നെ വാങ്ങുന്നുള്ളൂ, അതിൽ പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒന്നും കൊണ്ടുവന്നാൽ അവരത് വാങ്ങില്ല. They are sticking on or they are rigid in their own opinion on purchasing the same product. അങ്ങനെയുള്ള കൺസ്യൂമേഴ്സിനെ നമ്മൾ ഹൈലി ഡോഗ്മാറ്റിക് എന്ന് പറയും, ബിക്കോസ് ദേ ആർ സോ റിജിഡ്. ലെസ് ഡോഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ ഹൂ വിൽ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. പുതിയൊരു പ്രൊഡക്റ്റ് വന്നാൽ ഓക്കെ, അത് അങ്ങനെയുള്ള കസ്റ്റമേഴ്സ്. ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവും, ചില സോപ്പുകൾ മാത്രം യൂസ് ചെയ്യും, ദേ വോണ്ട് ഷിഫ്റ്റ് ടു എനി അതർ ബ്രാൻഡ്സ്. അങ്ങനെയുള്ളവർ ഹൈലി ഡോഗ്മാറ്റിക്കാണ്, ബിക്കോസ് ദേ ആർ റിജിഡ് ഇൻ ദെയർ ബിലീഫ്. ദിസ് ഇസ് ഓൺലി ഗുഡ് ആൻഡ് ഐ വിൽ യൂസ്വലി ദിസ് എന്ന രീതിയിൽ സ്ട്രോങ് ആയി നിൽക്കുന്നവരെ ഹൈലി ഡോഗ്മാറ്റിക് എന്നും, ദോസ് ഹു ചേഞ്ച്, ഇപ്പോൾ ഒരു സോപ്പ് കിട്ടിയില്ലെങ്കിൽ ഓക്കെ വി ക്യാൻ ഷിഫ്റ്റ് ടു അനദർ വൺ എന്ന് ചിന്തിക്കുന്നവരെ നമ്മൾ ലെസ് ഡോഗ്മാറ്റിക് എന്ന് പറയും. സോ ദിസ് ഇസ് എ ഡിഗ്രി ഓഫ് റിജിഡിറ്റി. വൺ ഹോൾഡ്സ് ടു ദെയർ ബിലീഫ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വാട്ട് ഈസ് പേഴ്സണാലിറ്റി ആൻഡ് വാട്ട് ആർ ദ തിയറീസും കൂടെ പറയുകയാണ്. എന്തൊക്കെ തിയറീസാണ് പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളത്? ദ മേജർ 4 തിയറീസ് ആണ് പറയുന്നത്. സൈക്കോ അനലിറ്റിക് തിയറി, ടൈപ്പ് തിയറി, ട്രേറ്റ് തിയറി, സെൽഫ് തിയറി. ഓഫ് ദ ഫസ്റ്റ് വൺ ഇസ് സൈക്കോ അനലിറ്റിക് തിയറി. നിങ്ങൾ ID, ഈഗോ, സൂപ്പർ ഈഗോ എന്ന കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടാവും. ഇതാണ്, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ഇതാണ് സൈക്കോ അനലിറ്റിക് തിയറി കൊണ്ട് നമ്മൾ പേഴ്സണാലിറ്റിയെ 3 രീതി ക്ലാസിഫൈ ചെയ്യുന്നത്: ID, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. സോ സൈക്കോ അനലിറ്റിക് തിയറി ഓഫ് personality has held the interest of psychologists and psychiatrists for a long time. സിഗ്മണ്ട് ഫ്രൂഡ് എന്ന പേഴ്സൺ ആണ് ഈ ഒരു സൈക്കോ അനലിറ്റിക് തിയറി ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ആൻഡ് ഹി ഈസ് എ ഫോർമുലേറ്റർ ആൻഡ് ആൻ ഇൻഫ്ലുവൻസർ ഓൾസോ. ഹി അറ്റംപ്റ്റ് ടു എംഫസൈസ് 3 മെയിൻ ഇഷ്യൂസ്: ID, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഈ 3 രീതിയിലാണ് ഒരാൾ ബിഹേവ് ചെയ്യുന്നതെന്നാണ് പറയണത്. ID എന്ന് പറയുന്നത് നമ്മുടെ ഉൾമനസ്സിലുള്ള കാര്യങ്ങളാണ്. കുട്ടികളുടെയൊക്കെ ഒരു സ്വഭാവം എന്ന് പറയുന്ന ID ആണ്. അപ്പോൾ അവർക്കൊരു കാര്യം വേണമെന്ന് പറഞ്ഞാൽ വേണം. They don't think what is the cause or what are the efforts we want. ഒരു കുട്ടി അതിന് ഒരു ഐറ്റം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഹി വിൽ ക്രൈ, അല്ലേ, കരയും, എനിക്ക് വേണം എന്നുള്ളത്. അത് വാങ്ങാനുള്ള പൈസ ഉണ്ടോയെന്നോ, അത് വാങ്ങുന്നതിൻ്റെ ഗുണം എന്താണെന്നോ, അത് വാങ്ങിയാൽ എന്തെങ്കിലും ദോഷമുണ്ടോയെന്നോ, ഇതൊന്നും ഒരു കുട്ടി ചിന്തിക്കുന്നില്ല. ആ ഒരു സ്റ്റേറ്റിൽ തന്നെ ഒരു പേഴ്സണിലും ഉണ്ട്. ഓരോ ആൾക്കാർക്കും ചില കാര്യങ്ങളോട് ID ബിഹേവിയർ ആയിരിക്കും നമ്മൾ കാണിക്കുന്നത്. ബിക്കോസ് നമ്മൾ അതിൻ്റെ കോൺസിക്വൻസ് ആലോചിക്കുന്നില്ല, അതിൻ്റെ കോസ്റ്റ് ആലോചിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റി ട്രെയ്റ്റിനെ ID എന്ന് പറയും. ഇനി ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കും. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്രൊഡക്റ്റ് വേണമെന്ന ചിന്തയല്ലാതെ തന്നെ അതിൻ്റെ കൂടെ അതിനുള്ള കാശ് നമ്മുടെ കയ്യിലുണ്ടോ, ഇഫ് വി ഹാവ് ദ കപ്പാസിറ്റി ടു ബൈ ദ പ്രൊഡക്റ്റ്, അത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഈഗോ സ്റ്റേറ്റിലാണെന്ന് പറയാം ഓരോ കൺസ്യൂമേഴ്സ്. ഓക്കെ, ഇനി സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കുന്നുണ്ട്. അത് വാങ്ങാനുള്ള പൈസയുണ്ടോ, ഇനി അത് വാങ്ങിയ കൊണ്ടുള്ള ഗുണം എന്താണ്, എന്തെങ്കിലും ദോഷമുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചിട്ടാണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സൊരു കൺസ്യൂമറിനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കൺസ്യൂമേഴ്സിനെ സൂപ്പർ ഈഗോ സ്റ്റേറ്റിലാണെന്ന് പറയാം. അപ്പം നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ സൈക്കോ അനലിറ്റിക് തിയറി വെച്ച് പറയുന്നത് 3 രീതിയിലാണെന്നാണ്. ഒന്നെങ്കിൽ നമ്മൾ ഒന്നും ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ, അങ്ങനെയുള്ളവരുണ്ടാവും, അവരെ ID എന്ന് പറയും. കുറച്ചെല്ലാം ചിന്തിച്ച് ചെയ്യുന്നവരെ നമ്മൾ ഈഗോ സ്റ്റേറ്റിലുള്ളവരെന്ന് പറയും. നല്ലപോലെ ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നവരെ സൂപ്പർ ഈഗോ എന്ന് പറയും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് തിയറി, സൈക്കോ അനലിറ്റിക് തിയറി പുട്ട് ഫോർഡ് ബൈ ദ സിഗ്മണ്ട് ഫ്രൂഡ്. സെക്കൻഡ് തിയറി ഈസ് ടൈപ്പ് തിയറി. Type theory represents an attempt to put some degree of order into the chaos of personality theory. കുറച്ച് ഓർഡർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സൈക്കോ അനലിറ്റിക് തിയറിനേക്കാൾ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടാണ്. ഓക്കെ, ഇതിനകത്താണ് ടൈപ്പ് A, ടൈപ്പ് B എന്ന 2 ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞില്ലേ പേഴ്സണാലിറ്റിയിലെ, അത് വന്നത് ഇവിടെയാണ്. The type theory presents an attempt to scientifically describe personality by classifying individuals into convenient categories like type A and type B. Type A പറഞ്ഞു നമ്മൾ ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ട്, ഭയങ്കര ആക്റ്റീവായിട്ട്, സോഷ്യലി ആക്റ്റീവാണ്, they do everything and they do the work in less time and more work will be done. അങ്ങനെയുള്ളവർ. B എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളവർ. ഇതാണ് സെക്കൻഡ് തിയറി. Third is the trait theory. That is, according to the trait theory, combining these traits into a group forms an individual personality. A personality trait can be defined as the enduring
attribute of a person that appears consistently in a varied situation. In combination, such trait distinguish one personality from another. ചില ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇപ്പം പല പല സിറ്റുവേഷനിലും ഒരേപോലെ പെരുമാറുന്ന കുറേ കാര്യങ്ങളുണ്ടാവും അല്ലേ. ചില ആൾക്കാർക്ക് ഏത് സിറ്റുവേഷൻ വന്നാൽ എന്താണ് സിറ്റുവേഷനെങ്കിലും ഒരേ ടൈപ്പ് ഒരു ക്യാരക്ടർ കാണിക്കും. ഇപ്പം ഹോസ്പിറ്റൽ കേസ് വരുന്നു, ഇപ്പം നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വരുന്നു, അതിൻ്റെ കൂടെ എക്സാം വരുന്നു, അതേപോലെ തന്നെ വേറൊരു സിറ്റുവേഷൻ എക്സാം വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷൻ അറേഞ്ച് ചെയ്യേണ്ടി വരുന്നു. ഇത് മൂന്നും സ്ട്രെസ്ഫുൾ കണ്ടീഷനാണ്. എന്നാൽ ഈ മൂന്ന് സിറ്റുവേഷൻ നമ്മൾ ഒരുപോലെ ടെൻസ്ഡ് ആവുന്നവരാണ് അല്ലെങ്കിൽ ഷോർട്ട് ടെമ്പേർഡ് ആവുന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചോ. സോ ദാറ്റ് ഇസ് ദ ട്രേറ്റ്. ഇപ്പം മൂന്ന് സിറ്റുവേഷനിലാണെങ്കിലും ഒരേ ബിഹേവിയർ കാണിച്ചു, അങ്ങനെയുള്ളവരെ ആ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ട്രേറ്റ് എന്ന് പറയുക. അപ്പം അതിനനുസരിച്ചും നമുക്ക് പേഴ്സണാലിറ്റീസിനെ അല്ലെങ്കിൽ ആൾക്കാരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. പേഴ്സണാലിറ്റിൻ്റെ ഒരു തിയറിയാണ് അങ്ങനെ ട്രേറ്റ് തിയറി. ഇതും പലവർക്കും പല രീതിയിലാണ്, എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല പെരുമാറുന്നത് അല്ലേ ഒരു സിറ്റുവേഷനിൽ. സോ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ഓൾസോ പേഴ്സൺ ടു പേഴ്സൺ. ദാറ്റ് ഇസ് എ ട്രേറ്റ് തിയറി. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് സെൽഫ് തിയറി. സെൽഫ് ആക്ച്വലൈസേഷൻ ആൻഡ് സെൽഫ് കൺസെപ്റ്റ്, ഇത് രണ്ടുമാണ് സെൽഫ് തിയറിയിൽ വരുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ, Carl Rogers believed that humans have one basic motive, that is the tendency of self-actualize, that is to fulfill one's potential and achieve the highest level of human beingness we can. Self-concept is defined as an organized, consistent set of perception and belief about oneself. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് സെൽഫ് തിയറിയിൽ വരുന്നത്. പക്ഷേ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും ഒരു ഉന്നതിയിലെത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും. ഞാൻ എല്ലാ ഹ്യൂമൻ ബീയിങ്ങിന് എത്രത്തോളം എത്താൻ പറ്റുമോ അത്ര എത്തണം, അങ്ങനെ തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പം നമുക്കിഷ്ടമുള്ള ഒരു ഏരിയയിലാണെങ്കിൽ അവിടെ ഏറ്റവും എക്സൽ ചെയ്യണം എന്നതാണ് ഓരോ മനുഷ്യരുടെ ഉൾമനസ്സിലെ ആഗ്രഹം അല്ലേ. നമുക്കെപ്പോഴും ഉയർച്ച മാത്രമേ ആൾക്കാർ ആഗ്രഹിക്കാറുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് പേഴ്സണാലിറ്റിയെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് ഈ സെൽഫ് തിയറി പറയുന്നത്. അപ്പോൾ അതിൽ സെൽഫ് കൺസെപ്റ്റ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളെപ്പറ്റി നമുക്കുണ്ടാകുന്ന കുറച്ച് ബിലീഫ്സ് ഉണ്ട്. നമ്മളിങ്ങനെയാണ്, നമ്മുടെ പെർസെപ്ഷൻ ഉണ്ടാവും, നമുക്ക് നമ്മളെ പറ്റിയിട്ടൊരു പെർസെപ്ഷനും ഉണ്ടാവും, കുറേ ബിലീഫ്സും ഉണ്ടാവും. ചിലപ്പോൾ അത് ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം, ബട്ട് ബി ഹോൾഡ് ഓൺ ടു ദാറ്റ് അല്ലേ. ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയും, ബിക്കോസ് ഹീ ബിലീവ്സ് ദാറ്റ് ഹീ ഈസ് ലൈക്ക് ദാറ്റ്. പക്ഷേ അതിന് മാറ്റമുണ്ടോ അതൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ അതിനെയാണ് സെൽഫ് കൺസെപ്റ്റ് എന്ന് പറയുക. അപ്പോൾ സെൽഫ് കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫോർത്ത് തിയറി, സെൽഫ് തിയറി. അപ്പോൾ തിയറീസ് ചോദിച്ചാൽ ദർ ആർ 4. സൈക്കോ അനലിറ്റിക് തിയറി ഓർ സിഗ്മണ്ട് ഫ്രൂഡ് തിയറി എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. ID, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. സെക്കൻഡ് ദ ടൈപ്പ് തിയറി, ടൈപ്പ് A ആൻഡ് B തിയറീസ് ആണ് അതിനകത്ത് വരുന്നത്. ട്രേറ്റ് തിയറി പറഞ്ഞു, വാട്ട് ഇസ് ട്രേറ്റ് എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ആൻഡ് ഓൾസോ സെൽഫ് തിയറി ഇൻ വിച്ച് വി ക്യാൻ സീ വാട്ട് ഇസ് സെൽഫ് ആക്ച്വലൈസേഷൻ ആൻഡ് സെൽഫ് കൺസെപ്റ്റ്. സോ ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ റിലേറ്റിംഗ് ടു ദ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി. നെക്സ്റ്റ് വൺ ഇസ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ കുറച്ച് കൂടുതലുണ്ട്. അതിൽ നമുക്ക് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്നുകിൽ പെർസെപ്ഷൻ എന്താണെന്ന് ചോദിക്കാം, അതിൻ്റെ ഫാക്ടേഴ്സ് ചോദിക്കാം, അല്ലെങ്കിൽ പെർസെപ്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം. ഒരു പെർസീവർ അല്ലെങ്കിൽ പെർസീവറൻറ്റ്, ടാർജറ്റ് ഇവരുടെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാവുന്നതാണ്. പിന്നെ ഒരു പെർസെപ്ഷനിൽ എന്തൊക്കെ ബാരിയേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട് പെർസീവർ, അത് നമുക്ക് ചോദിക്കാം. സോ ഇത്രയും കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പെർസെപ്ഷനും അതുപോലെ ലേണിംഗ് തിയറീസും അപ്ലോഡ് ചെയ്യാം. സോ ഓൾ വാച്ച് ദ വീഡിയോസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഐ ഹോപ്പ് ദാറ്റ് എവറിബഡി ഈസ് ഹാവിങ് ദ നമ്പർ ഓൾസോ. ഇതുവരെയുള്ള വീഡിയോസ് കണ്ടവർക്കൊക്കെ ഉണ്ടാവും. സോ ഓൾവേസ് ഇഫ് ഓൺ ഹാവിങ് എനി ഡൗട്ട്സ് യു കോൺടാക്ട്. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. സോ ഐ ക്യാൻ പ്രൊവൈഡ് you the answers of the same. Okay, so thank you for listening. Subscribe to the channel to get the latest updates on the videos. നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും ഇടുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മുടെ ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളും കൂടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയുന്നുണ്ട് ഓരോ മൊഡ്യൂൾ വൈസ്. പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആസ് എ ഹോൾ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ 5 മൊഡ്യൂൾസും കൂടെ ചേർത്തിട്ട് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇഫ് യു ഹാവിങ് എനി ഡൗട്ട്സ് കോൺടാക്ട് ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ്.